അസ്സലാമലൈക്കും ഗായ്സ്. അപ്പോൾ വീഡിയോയുടെ അടുത്ത ഭാഗമാണിത്. ഇനി നമ്മുടെ പൂളിലുള്ളൊരു വീഡിയോസാണ്. ഇനി കുറച്ച് നമ്മുടെ ഫാമിലി എല്ലാവരും പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ മകളും എൻ്റെ അനിയത്തിയുടെ മോളൊക്കെയാണിത്. അപ്പോൾ നമ്മളെല്ലാവരും പൂളിൽ നല്ല വലുപ്പമുള്ള പൂളായിരുന്നു. അപ്പോൾ നന്നായിട്ട് നമുക്ക് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ചെറിയ മക്കളൊക്കെ നീന്തുന്ന കാണുമ്പോൾ എന്ത് രസമാണല്ലേ. നല്ല വലിപ്പമുള്ള പൂളായതുകൊണ്ട് നമ്മൾ ഫാമിലി കംപ്ലീറ്റ് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു വാവകൾ വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആർക്കും ഒരു പേടിയില്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മത്സരം വെച്ചും വെള്ളത്തിൽ നടന്ന് നീങ്ങുക, ഏറ്റവും ഫസ്റ്റ് എത്തുന്നവർ വിജയ്. അപ്പോൾ നമ്മൾ ആ ഒരു മത്സരത്തിൽ നമ്മളെ ഇഞ്ഞാവ ജയിച്ചു. അടിപൊളിയായിരുന്നു ഗൈസ്. പക്ഷെ പൂളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ കേട്ടോ. നമ്മൾ സ്വിം ചെയ്യുന്ന കാര്യമല്ല, നടക്കാൻ ശരിക്കും ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പം ഞാനാണ് അതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മക്കളുടെ നീന്തൽ മത്സരമായിരുന്നു. ഇലാൻ ജാഫർ, മുഹമ്മദ് ഫുസൈൽ, ഷാമിൽ മുഹമ്മദ് ഇനാൻ. നല്ല രസമില്ല. അതിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ഇലുമോനാണ്. ഇലുമോൻ ചെറിയ മോനാണ്, അവന് വലിയ ചെറിയ ഏജാണ്, പക്ഷെ അവനാണ് ഫസ്റ്റ് എത്തിയത്. നല്ല രസം, അവനക്ക് നന്നായിട്ട് നീന്താൻ അറിയാം. അവനാണെങ്കിൽ ഗെയിം തുടങ്ങിയതിന് ശേഷമാണ് നീന്താൻ സ്റ്റാർട്ട് ചെയ്തത്, എന്നാലും അവനാ ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ പൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു ഗെയിം കളിച്ചു. വാട്ടർ ബലൂൺ ക്യാച്ച് ചെയ്യുന്നൊരു ഗെയിം. ബലൂണിൽ വെള്ളം നിറച്ചിട്ട് അത് ഓരോരുത്തർക്ക് പാസ് ചെയ്യാം. പാസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ബലൂൺ താഴെ വീണിട്ടുണ്ടെങ്കിൽ ഔട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ആ ഒരു ഗെയിമിൽ വലിയ ആളുകളും ചെറിയ ആളുകളും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗെയിമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോയി നമ്മുടെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ടിരുന്നു. രാത്രി പൊറോട്ട, ചപ്പാത്തി, ബട്ടർ ചിക്കൻ, ആ ഒരു മെനു ആയിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ നമ്മുടെ. ക്യാമ്പ് ഫയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. സുന്ദരിക്ക് പൊട്ടിടൽ. എൻ്റെ ആപ്പാപ്പയാണ് അതിന് തുടക്കം കുറിച്ചത്. എല്ലാവരും ആ മത്സരത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. കണ്ണെല്ലാം പൊത്തിയിട്ട് സുന്ദരിക്ക് പൊട്ടുകൊടുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ഗ്ലാസ് ആരാണോ ആദ്യം എടുക്കുന്നത് അവരാണ് വിന്നർ. അതായിരുന്നു നെക്സ്റ്റ് ഗെയിം വരുന്നത്. അതും എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു. വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാവരും കളിച്ചിട്ടുണ്ട് ആ ഒരു ഗെയിം. നെക്സ്റ്റ് ഗെയിം വരുന്നത് ബലൂണ് പൊട്ടിക്കലാണ്. നമ്മൾ ഒരുപാട് പേരുള്ളതിനോണ്ട് ഒരുപാട് സമയമെടുത്തു അത് പൊട്ടിക്കാൻ. നല്ല രസമായിരുന്നു കേട്ടോ. ലാസ്റ്റ് 2 പേരായിരുന്നു വിന്നറായത്. പക്ഷെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പൊട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അനിയന്മാർ 2 പേരും നന്നായി അത് കളിച്ചിട്ടുണ്ട്. അവർ 2 പേരും വിന്നറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ മക്കൾ ഒരു സൈഡിൽ നിന്ന് ഷട്ടിൽ ബാറ്റ് കളിക്കുന്നുണ്ടായിരുന്നു.
ശരിക്കും രാത്രി ഒരു 12-12:30 സമയമായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ ഉപ്പയുടെ അനിയന് രാവിലെ നല്ല പൈനാപ്പിൾ ഉപ്പിലിട്ടുകൊണ്ട് നമ്മുടെ ബസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി അത് ആപ്പ എടുത്ത് നമുക്ക് എല്ലാവർക്കും തന്നത് നമ്മളെല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു മുട്ടിപ്പാട്ടിലേക്ക് നീങ്ങി. നമ്മളെല്ലാവരും കൂടെ ഇരുന്നങ്ങാണ്ട് നമ്മളെ പണ്ടത്തെ പാട്ട് വെച്ചങ്ങാണ്ട് നമ്മൾ പാടാൻ തുടങ്ങി. മുട്ടിപ്പാട്ടെല്ലാം കഴിഞ്ഞു. ഒരുപാട് സമയം എടുത്തിട്ടോ നമ്മൾ പാടി കഴിയാനെല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം അപ്പം പടകും കൂടിയും നമ്മുടെ ബസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സർപ്രൈസ് ആയിട്ട്. നമുക്ക് വലിയ സന്തോഷമായിട്ടോ. അപ്പം നമ്മൾ പടകങ്ങളെല്ലാം പൊട്ടിച്ച് മക്കളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലേഡീസ് എല്ലാം റൂമിലേക്ക് പോയി. പക്ഷേ ആൺകുട്ടികൾ പിന്നെ ടേബിൾ ടെന്നീസ്, ക്യാരംസ് അങ്ങനെ എല്ലാം കളിക്കാൻ വേണ്ടിയിരുന്നു. അവരെല്ലാം കളിച്ച് വരുമ്പോൾ 3:30-4 മണി ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ഡേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ദിവസത്തെ വീഡിയോയുമായി ഉടൻ കാണാം.